സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് 12ാം വയസ്സിൽ കെന്നിക്ക് അപകടം സംഭവിക്കുന്നത്. പൂർണ്ണമായും തകർന്ന വലതുകാൽ മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പ്രതിസന്ധികൾ തരണം ചെയ്ത് മകൻ മുന്നോട്ട് വരുമെന്ന് വിശ്വസിച്ച അവന്റെ അമ്മ അതിന് സമ്മതിച്ചില്ല. അപകടത്തിൽ തളർന്നുപോയ കാൽ തിരിച്ചു പിടിക്കാൻ വെറും 2% സാധ്യത മാത്രമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. 4 വർഷത്തിനിടയിൽ 23 സർജറികൾ ആ കാലിൽ നടത്തി. പിന്നീട് 3 വർഷം വീൽ ചെയറിലായിരുന്നു ജീവിതം. പക്ഷേ തോൽക്കാൻ അവന് മനസ്സിലായിരുന്നു. ഊന്നുവടിയെ ആശ്രയിച്ച് നിന്നു തുടങ്ങി. കഠിനമായ വേദനയോടെ ഓരോ ചുവടും വെച്ചു. ആ നടത്തം ചെന്നെത്തിയത് വെള്ളിത്തിരയിലെ താരപദവിയിലേക്കാണ്. അന്ന് കട്ടിലിൽ നിന്നും ഇനി എഴുന്നേൽക്കില്ലെന്ന വിധി എഴുതിയെടുത്ത് അയാൾ ഓടിയെത്തി വില്ലന്മാരെ പറന്നടിച്ചു. ചടുല നൃത്തച്ചുവടുകളുമായി നിറഞ്ഞാടി. അഭിനയ മികവ് കൊണ്ടും വേഷപ്പകർച്ച കൊണ്ടും വിസ്മയിപ്പിച്ചു. ഡെഡിക്കേഷന് ഒരു വാക്കുണ്ടെങ്കിൽ അത് അയാളുടെ പേരാണ്, കെന്നഡി ഡോൺ വിക്ടർ. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആരാധകർക്ക് പെട്ടെന്ന് മനസ്സിലാകുമോ? അത് നമ്മുടെ സ്വന്തം ചിയാൻ വിക്രമാണ്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി നമ്മൾ കണ്ട വിക്രമിന്റെ വിസ്മയിപ്പിക്കുന്ന പകർനാട്ടങ്ങളുടെ ബാക്കിയായിരുന്നു ഇനി തങ്കലാനും. ഇന്ത്യൻ പ്രേക്ഷകർ ഇതുവരെ കാണാത്തൊരു സിനിമ. അത് രക്തം കൊണ്ടും തങ്കം കൊണ്ടും എഴുതിയൊരു ചരിത്രമാണ്. കാണാം ടേക്ക് വൺ. ഹോളിവുഡിൽ ഡെഡിക്കേഷന്റെ അവസാന വാക്കാണ് ചിയാൻ വിക്രം. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി ഏതറ്റം വരെയും പോകുന്ന നടൻ. സഹനടനായി മലയാളത്തിലും തമിഴിലും വെള്ളിത്തിരയിൽ തുടക്കം കുറിച്ച വിക്രമിനെ മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവില്ല. മമ്മൂട്ടിക്കൊപ്പം ധ്രുവം, ഇന്ദ്രപ്രസ്ഥം, സൈന്യം, സുരേഷ് ഗോപിക്കൊപ്പം മാഫിയ, രജപുത്രൻ എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷത്തിലെത്തിയ വിക്രം നടനെന്ന നിലയിൽ അത്ഭുതപ്പെടുത്തുന്നത് തമിഴ് ചിത്രം സേതുവിലൂടെയായിരുന്നു. ബാലസംവിധാനം ചെയ്ത സേതുവിൽ കോളേജ് വിദ്യാർത്ഥിയിൽ നിന്നും മാനസിക സ്ഥിരത നഷ്ടപ്പെടുന്ന കഥാപാത്രത്തിലേക്ക് എത്തിയപ്പോൾ ഹോളിവുഡിൽ നായകനായി തന്റെ ഇടം നേടിയെടുക്കുകയായിരുന്നു. സേതുവിന് ശേഷം പ്രേക്ഷകരുടെ ചിയാൻ വിക്രമായി. പിന്നീട് തമിഴകം കണ്ടത് നടനായും താരമായും വിക്രമിന്റെ വളർച്ചയായിരുന്നു. ഇടക്കാലത്ത് സിനിമകളുടെ തിരഞ്ഞെടുപ്പിൽ ചിയാന് കാലം നിടറിയെങ്കിലും പെർഫോമൻസ് എന്ന നിലയിൽ എന്നും അതിശയിപ്പിച്ചിരുന്നു. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി കമൽഹാസന് ശേഷം അപ്പിയറൻസിൽ ഇത്രമാത്രം അമ്പരപ്പിച്ചിട്ടുള്ള മറ്റൊരു കഥാപാത്രമില്ല. അത് വീണ്ടും ശരിവെക്കുന്നതാണ് റിലീസിനൊരുങ്ങുന്ന തങ്കലാൻ. പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കർണാടകത്തിലെ കോലാർ ഗോൾഡ് ഫീൽഡ്സാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. സമീപകാലത്ത് വലിയ വിജയം നേടിയ യഷിന്റെ KGF കോളാർ ഗോൾഡ് ഫീൽഡുകളെ കുറിച്ചുള്ള കഥ കംപ്ലീറ്റഡ് കൊമേഴ്സ്യൽ പാക്കേജ് ആയിരുന്നെങ്കിൽ പാരഞ്ജിത്ത് ഒരുക്കുന്ന തങ്കലാൻ പറയുന്നത് അത്ര കളർഫുൾ അല്ലാത്ത പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയാണ്. ബ്രിട്ടീഷുകാർ KGFനെയും അവിടുത്തെ ജനങ്ങളെയും ചൂഷണം ചെയ്യുന്ന കഥയ്ക്ക് റിയലിസ്റ്റിക് ആയുള്ള വീക്ഷണം. മലയാളി താരങ്ങളായ മാളവിക മോഹനനും പാർവതി തിരുവോത്തുമാണ് ചിത്രത്തിൽ നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പശുപതി ഹോളിവുഡ് നടൻ ഡാനിയൽ കാൽ ടാഗ്യൂറോൺ കൂടാതെ തമിഴ് ഇൻഡസ്ട്രിയിലെ നിരവധി താരങ്ങളും ചിത്രത്തിലുണ്ട്. മലയാള ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ അന്ധകായകന്റെ വേഷത്തിലെത്തിയത് വിക്രമായിരുന്നു. പിന്നീട് ധൂൾ, സ്വാമി എന്നീ ചിത്രങ്ങളിലൂടെ സൂപ്പർ താര പദവിയിലേക്ക്. പിന്നീട് അങ്ങോട്ട് മറ്റൊരു നടനും അനുകരിക്കാനാവാത്ത വിധം ഒരു പിടി മികച്ച വേഷങ്ങൾ വിക്രം കൈകാര്യം ചെയ്തു. അതിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു സേതുവിലൂടെ നായകനായി വിക്രമിനെ പ്രതിഷ്ഠിച്ച ബാലയ്ക്കൊപ്പമുള്ള പിതാമകൻ. ഒരു ഡയലോഗ് പോലുമില്ലാതെ തന്റെ കഥാപാത്രങ്ങളിലൂടെ ദേശീയ പുരസ്കാരം വിക്രം നേടി. പിന്നാലെയായിരുന്നു അന്യൻ എന്ന ഇതിഹാസ ചിത്രത്തിന്റെ പിറവി. അമ്പി, റെമോ, അന്യൻ എന്നീ 3 കഥാപാത്രങ്ങളിലൂടെ ബോക്സ് ഓഫീസിൽ പുതിയൊരു നാഴികക്കല്ല് തന്നെ സൃഷ്ടിച്ചു. ഒരുപിടി ചിത്രങ്ങളിൽ വേഷപ്പകർച്ചുകൊണ്ട് കയ്യടി നേടിയെങ്കിലും വിക്രമിലെ നടനെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് മണിരത്നമാണ്. രാവണൻ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം അതിലേക്ക് കടന്നത്. രാമായണ കഥയ്ക്കും മണിരത്നം പുതിയ കാലത്തിലൂടെ ചലച്ചിത്ര ഭാഷ്യമൊരുക്കിയപ്പോൾ സാക്ഷാൽ രാവണ കഥാപാത്രത്തെ വിക്രം അതുല്യമാക്കി. AL വിജയ് ഒരുക്കിയ ദൈവത്തിരുമകളിലെ അച്ഛൻ കഥാപാത്രവും പ്രേക്ഷക ഹൃദയം കീഴടക്കുന്നതായിരുന്നു. മാനസിക വളർച്ചയില്ലാത്ത കൃഷ്ണയും മകളുമായുള്ള ആത്മബന്ധത്തിന്റെ കഥയിൽ
ശാന്തമായ ഇരുത്തമെന്ന പ്രകടനത്തിലൂടെ പ്രേക്ഷകരെ വീണ്ടും വിക്രം വിസ്മയിപ്പിക്കുകയായിരുന്നു. അങ്ങിനു ശേഷം വിക്രത്തിനൊപ്പം വീണ്ടും സംവിധായകൻ ശങ്കർ ഒരുമിച്ച ഐ പൂർണ്ണമായും ഒരു വിക്രം ഷോയ്ക്ക് അവസരമൊരുക്കി. ലിംഗേഷൻ എന്ന കഥാപാത്രത്തിനായി അന്ന് വിക്രം നടത്തിയ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഏറെ ചർച്ച സൃഷ്ടിച്ചിരുന്നു. സമീപകാലത്ത് മികച്ച അഭിനയ പ്രകടനത്തിന് വേദിയൊരുക്കിയപ്പോഴെല്ലാം മിസ്സായിപ്പോയ തിയേറ്റർ ഹിറ്റ് സിനിമ ഇത്തവണ തങ്കലാലിലൂടെ വിക്രമിന് നേടിക്കൊടുക്കുമെന്ന് ഉറപ്പിക്കാവുന്ന ട്രെയിലറാണ് തങ്കലാലിന്റേത്. വമ്പൻ മുതൽ മുടക്കിൽ വലിയ ക്യാൻവാസിൽ ഒരുക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ വിക്രമിന് അപകടം സംഭവിച്ച് വാരിയലിന് പരിക്ക് പറ്റി കുറച്ചുനാൾ വിശ്രമത്തിലായി. സംഗീത സംവിധായകൻ GV പ്രകാശ് കുമാർ തന്റെ ജോലികൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ തങ്കലാനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാം പേജിൽ സ്റ്റാറ്റസ് പങ്കുവച്ചത് ഇങ്ങനെയാണ്: എന്തൊരു സിനിമയാണിത്! ഇന്ത്യൻ സിനിമ തങ്കലാൻ വേണ്ടി റെഡിയാകുക. മദ്രാസ്, ഖബാലി, സർപ്പാട്ടെ പരമ്പര തുടങ്ങിയ മികച്ച സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള പാരഞ്ജിത്ത് എന്ന സംവിധായകന്റെ സിനിമ എന്നതും തങ്കലാനിൽ പ്രേക്ഷകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇതിനൊപ്പമാണ് വിക്രം എന്ന അതിശയ നടന്റെ പുത്തൻ വേഷപ്പകർച്ചയും പകർന്നാട്ടവും. ഒന്നുറപ്പിക്കാം, പേടിയ സംഭവം നടക്കപ്പോകുന്നേ.